ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നൊരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നല്ലോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ സുപരിതമായ ഒരു സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം. വളരെ സുപരിതമായ ഒരു സങ്കീർത്തനമാണ്. എല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം വൈകാട്ടായിട്ട് അറിയാവുന്ന ഒരു സങ്കീർത്തനമായി 23-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ 5-6 വാക്യം വായിക്കുമ്പോൾ, എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു, നന്മയും കരുണയും എൻ്റെ ആഴ്കാലമൊക്കെയും എന്നെ പിന്തുടരും, യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കാം. അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഇവിടെ ഹല്ലേലൂയ 23-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ യഹോവ ദൈവത്തിന് സ്തോത്രം എൻ്റെ ഇടയൻ. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, യഹോവ നല്ല ഇടയൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്ന ഇടയൻ. ദൈവത്തിന് സ്തോത്രം. ആദ്യമായിട്ട് ഇവിടെ കാണുന്നു യഹോവ എൻ്റെ ഇടയൻ. ഇവിടെ പറയുന്നു യഹോവ ഹല്ലേലൂയ നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. നമുക്ക് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ 1 പത്രോസ് ലേഖനം ദൈവത്തിന് സ്തോത്രം 5-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ 4-ാം വാക്യം വായിക്കുക. എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ, ഇവിടെ പറയുന്നു ശ്രേഷ്ഠ ഇടയൻ. ആ ശ്രേഷ്ഠ ഇടയൻ പ്രത്യക്ഷനാകാറായി. പ്രിയമുള്ളവരെ, വാടാത്ത കിരീടം പ്രാപിക്കുമെന്ന ദൈവത്തിന് സ്തോത്രം. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന, എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ശത്രുക്കളുടെ മുമ്പാകെ നമുക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന ഒരു കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. ശത്രുക്കൾ കാണുക, ഹല്ലേലൂയ, ഇവൻ മുന്നോട്ട് പോകത്തില്ല, പച്ച പിടിക്കത്തില്ല, ഇവൻ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്നൊക്കെ ദുഷ്ടൻ ഹല്ലേലൂയ അവൻ ചിന്തിക്കുമ്പോൾ, അവരുടെ മുമ്പിൽ നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, തക്ക സമയത്ത് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവം. ഇവിടെ പറയുക, ശത്രുക്കൾ കാണുക, എനിക്ക് വിരുന്നൊരുക്കുന്നെന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മുന്നോട്ട് പോകത്തില്ല, വിടുതൽ കിട്ടത്തില്ല, ഇവന് ജോലി കിട്ടത്തില്ല, നന്മ കിട്ടത്തില്ല. ഹല്ലേലൂയ. ഇവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടത്തില്ല. ദൈവത്തിന് സ്തോത്രം. പ്രായമായിട്ടും അവൻ്റെ തലമുറ നിൽക്കുന്ന കണ്ടില്ലയോ, വിവാഹമൊന്നും ആയില്ലല്ലോ എന്നൊക്കെ പറയുന്നവരുടെ മുമ്പാകെ നമുക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടിയും ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവ്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമുക്ക് വിരുന്നൊരുക്കുന്ന, നമുക്ക് തക്ക സമയത്ത് കാര്യങ്ങൾ ക്രമീകരിച്ചു തരുന്ന ഒരു നല്ല കർത്താവിനെ പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുന്നത് മറന്നു പോകരുത്. ഹല്ലേലൂയ. ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എത്ര പേർക്ക് ഇന്ന് രാവിലെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ, ഹല്ലേലൂയ, മറ്റുള്ളവരെന്തും ചിന്തിച്ചോട്ടെ, ഹല്ലേലൂയ, എന്നാൽ അവരുടെ മുമ്പാകെ നമ്മളെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്, അവരുടെ മുമ്പാകെ നമ്മെ ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്, അവരുടെ മുമ്പാകെ നമ്മളെ ഹല്ലേലൂയ ദൈവത്തിന് വിരുന്നൊരുക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിനെ പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുന്നു. എന്നിട്ട് പറയാം, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. ദൈവത്തിന് സ്തോത്രം. നിനക്ക് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്. തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഒരു ആട്ടിടയൻ ആടിനെയും കൊണ്ട് ഹല്ലേലൂയ വനാന്തരത്തിൽ കൂടി കടന്നു പോകുമ്പോൾ മറ്റ് ദൈവത്തിന് സ്തോത്രം പ്രാണികളിൽ നിന്നൊക്കെ സംരക്ഷണം ചെയ്യുവാൻ ഹല്ലേലൂയ ഒരു എണ്ണ ഹല്ലേലൂയ അതിൻ്റെ തലയിലും ദേഹത്തുമൊക്കെ പൂശാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മറ്റ് പ്രാണികളൊന്നും അതിനെ ഉപദ്രവിക്കത്തില്ല, അതിനെ കടിക്കത്തില്ല. ദൈവത്തിന് അതുപോലെ മറ്റുള്ളവ ഹല്ലേലൂയ നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ഹല്ലേലൂയ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത്, ഈ അഭിഷേകത്തെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന പ്രിയമുള്ളവരെ, ആ പരിശുദ്ധാത്മാവിൻ്റെ ഹല്ലേലൂയ ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ ഒരു ദുഷ്ടനും നമ്മുടെ മേൽ ദൃഷ്ടി വയ്ക്കുവാൻ ഹല്ലേലൂയ തമ്പുരാൻ അനുവദിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി നമ്മളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദുഷ്ടനും, അത് നമുക്കറിയാം, ദാവീദിനോട് ചോദിച്ചാൽ പറയും, ഹല്ലേലൂയ, തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത നമുക്കറിയാം ഈശായുടെ ഭവനത്തിൽ ഹല്ലേലൂയ ശൗമേൽ കടന്നു പോയിട്ട് ഹല്ലേലൂയ ആ ദാവീദിനെ ഹല്ലേലൂയ നമുക്കറിയാം രാജാവായിട്ട് തന്നെ അഭിഷേകം ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും താൻ തൻ്റെ ജോലിക്ക് വനാന്തരത്തിലേക്ക് കടന്നു പോയപ്പോൾ നമുക്കറിയാം അവിടെയൊക്കെ സംഭവിച്ചൊരു ഹല്ലേലൂയ കരടി, ഒരു സിംഹമൊക്കെ തൻ്റെ ആടിനെ ഹല്ലേലൂയ പിടിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം അതിനെ കീറിക്കളഞ്ഞതായിട്ട് എന്താ തന്നിൽ വ്യാപരിച്ചിരിക്കുന്ന അഭിഷേകം അത്ര വലുതാ. ദാവീദ് നമുക്കറിയാം ഗോലിയാത്തിനെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ മല്ലനായ ഗോലിയാത്ത് ദൈവത്തിന് സ്തോത്രം ഇസ്രായേൽ
ജനത്തെ വെല്ലുവിളിച്ചവൻ. ഹല്ലേലൂയ. എല്ലാവരും പേടിച്ച് പുറകോട്ട് പോയപ്പോൾ ദൈവത്തിന് അഭിഷേകം പ്രാപിച്ച അഭിഷക്തനായ ദാവീദ് നമുക്കറിയാം കല്ല് കവണയിൽ വെച്ചിട്ട് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഗോലിയാത്തിനെ എയ്ത് താഴെയിട്ട് ഹല്ലേലൂയ അവൻ്റെ തലയെ അറുത്ത് കളഞ്ഞു. നമുക്കറിയാം പ്രിയമുള്ളവരെ, അതൊക്കെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം ഇവിടെ പറയുകയാണ്, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുന്ന. നമ്മൾ പിന്തുടരേണ്ട പ്രിയമുള്ളവരെ, നന്മയും കരുണയും നമ്മളെ പിന്തുടരും. നമ്മളതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. അനേകരതിൻ്റെ പുറകെ നടക്കുക, എങ്ങനെ 10 പൈസ സമ്പാദിക്കണം, എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. വചനം എന്താ പറയുന്നത്? നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഹല്ലേലൂയ. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവത്തിന് സ്തോത്രം. അത് ദാവീദിനോട് ചോദിച്ചാൽ വളരെ നല്ലവണ്ണം ദാവീദ് പറയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവത്തിന് സ്തോത്രം, ശത്രുക്കൾക്ക് മുമ്പാകെ നമുക്ക് മേശയൊരുക്കുന്ന ഒരു കർത്താവുണ്ട്. ശത്രുക്കളുടെ മുമ്പാകെ നമുക്ക് വിരുന്നൊരുക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുന്നത്, ആ കർത്താവിനെ നമ്മൾ സ്തുതിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി തരുന്നവൻ, നമുക്ക് വേണ്ടി സകലതും നൽകി തരുന്നവൻ, ആ കർത്താവിൻ്റെ പാദപീഠത്തിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്തായിത്തീരും, എങ്ങനെയായിത്തീരുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഭാരപ്പെട്ട് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാവിലെ വചനത്തിന് മുമ്പാകെ എനിക്ക് പറയുവാനുള്ളത്, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശത്രുക്കളുടെ മുമ്പാകെ നമുക്ക് വേണ്ടി വിരുന്നൊരുക്കുന്നവൻ, മറ്റുള്ളവർ നിന്ദിച്ച് പരിഹസിച്ച് ഹല്ലേലൂയ മറ്റു പലതും പറഞ്ഞും പോകുമ്പോൾ ഹല്ലേലൂയ അവരുടെ മുമ്പിൽ നമ്മളെ ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്, അവരുടെ മുമ്പിൽ നമ്മളെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ തിരുപ്പാദത്തെങ്കിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. 3 ഇടയൻ, യഹോവ എൻ്റെ ഇടയൻ, നല്ല ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ പ്രത്യക്ഷനാകാറായി. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കാതെ സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നത്, ആ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ പ്രത്യാശയോടെ ഈ ദിവസങ്ങളിൽ നമുക്ക് ആയിരിക്കാം, കാത്തിരിക്കാം. പ്രിയമുള്ളവരെ, നമ്മെ തന്നെ വചനത്തിന് മുമ്പാകെ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പിക്കാം. പരിശുദ്ധനായ കർത്താവിൻ്റെ നല്ല വചനത്തിനായിട്ട് സ്തോത്രം ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ മുമ്പാകെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. വലിയ വിടുതൽ കർത്താവെ നീ അവിടെ നയിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.